പള്ളിയോട് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ മാസം 23-ാം തീയതി, ജൂലൈ മാസം 23-ാം തീയതി ആറന്മുള വള്ളസദ്യ ആരംഭിക്കുകയാണ്. നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 23-ാം തീയതി മുതൽ ഒക്ടോബർ 2 വരെ 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയാണ് തിരുവാറന്മുള ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. ഏതാണ്ട് 52 പള്ളിയോടങ്ങളാണ് ഈ ക്ഷേത്രസന്നിധിയിൽ ഈ വള്ളസദ്യയിൽ പങ്കാളികളാകുന്നത്. 52 കരകളെ പ്രതിദാനം ചെയ്താണ് ഈ 52 പള്ളിയോടങ്ങൾ. ഒറ്റ ദിവസമാണ്? അല്ല, ഈ 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്നതായ വള്ളസദ്യയാണ്. വെച്ചാൽ ജൂലൈ 23 മുതൽ ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യയുടെ സമയം. അതുകൊണ്ട് 500ഓളം വള്ളസദ്യയാണ് ഇപ്രാവശ്യം അവിടെ ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് 60 സദ്യ ഉച്ചയ്ക്കാണോ കൊടുക്കുന്നത്? അതെ, 11:30 മണിക്ക് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് പള്ളിയോടങ്ങളെ സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ അവർ വഞ്ചിപ്പാട്ട് പാടി അതിനുശേഷം ക്ഷേത്രം വലം വെച്ചിട്ട് അവിടെ പ്രത്യേകമായി തയ്യാറാക്കുന്ന പന്തലിൽ ഈ വള്ളസദ്യയുടെ ക്രമീകരണങ്ങൾ ചെയ്ത് അവിടെ വന്നിട്ട് ഓരോ പള്ളിയോടങ്ങൾ ഓരോ സ്ഥലങ്ങളായി അവർ വന്നു ചേർന്ന് അവർ ഈ വള്ളസദ്യയിൽ പങ്കാളികളായി തിരിച്ചു പോകുന്നതായ ചടങ്ങാണ് വള്ളസദ്യ. ഈ 52 കരകളിലും എല്ലാ പള്ളിയോടങ്ങളും ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ വള്ളസദ്യയിൽ പങ്കാളികളാണ്. 64 വിഭവങ്ങളാണ് ഈ വള്ളസദ്യയിൽ നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ എങ്ങും തന്നെ മറ്റെങ്ങും കാണാത്തതായിട്ടുള്ള അത്രയും പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതായിട്ടുള്ള ഒരു വള്ളസദ്യയാണ്. 44 വിഭവങ്ങൾ അവിടെ ഈ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇലയിൽ വിളമ്പി തയ്യാറാക്കി വെക്കും. അതിനുശേഷം ഏതാണ്ട് 20ഓളം വിഭവങ്ങൾ അവിടെ വഞ്ചിപ്പാട്ട് പാടി ചോദിച്ചു വാങ്ങി ഭജിക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭഗവാൻ തന്നെ അവിടേക്ക് വന്ന് ഈ വള്ളസദ്യയിൽ പങ്കാളികളാകുന്നു എന്നാണ് അവിടുത്തെ സങ്കല്പം. തീർച്ചയായിട്ടും നമ്മുടെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ധാരാളം പേര്, വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ വള്ളസദ്യയിൽ പങ്കാളികളാകാറുണ്ട്. ഓരോരുത്തരും അവിടെ പ്രാർത്ഥനയിലൂടെ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഈ വള്ളസദ്യ. ഇപ്പോൾ ഈ വർഷം 500 വള്ളസദ്യയോളം നമുക്കിപ്പോൾ ഏതാണ്ട് ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വള്ളസദ്യ കൂടാതെ തന്നെ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്രട്ടാതി ജലോത്സവം, അത് വളരെ ലോകപ്രശസ്തമായിട്ടുള്ള ഉത്രട്ടാതി ജലോത്സവം, ഈ 52 പള്ളിയോടങ്ങളുടേതായ ജലഘോഷയാത്രയും അതിനുശേഷം നടക്കുന്നതായിട്ടുള്ള മത്സര വള്ളംകളിയും അതിനു വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ധാരാളം നിശ്ചല ദൃശ്യങ്ങളും ഒക്കെയായി അണിചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറന്മുളയുടേതായിട്ടുള്ള ആ പാരമ്പര്യം, ആറന്മുളയുടേതായിട്ടുള്ള മഹത്വം നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ നമ്മുടെ നേതാക്കന്മാർ, സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രഗത്ഭരായിട്ടുള്ളവരൊക്കെയും ആ പരിപാടിയിൽ പങ്കെടുക്കും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഈ ഉത്രട്ടാതി ജലമേള കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഏറ്റവും പ്രശസ്തമായിട്ടൊരു കാര്യമാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ. അഷ്ടമിരോഹിണി വള്ളസദ്യ ദിവസം അവിടെ ഒരു ജലമേള തന്നെ സംഘടിപ്പിക്കുന്നു. ആ ജലമേളയിൽ പങ്കെടുക്കുന്ന ഈ 52 കരകളും 52 കരയിൽ നിന്ന് വരുന്ന മുഴുവൻ പേർക്കും, അതുപോലെ തന്നെ ഇവിടുന്ന് ഏതൊക്കെ ദിക്കിൽ നിന്ന് വരുന്ന ആൾക്കാരോ എവിടുന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ പൂർണ്ണമായിട്ട് സദ്യ കഴിക്കുവാനുള്ള അവസരമുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള കൂപ്പണോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ അവർക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ വന്ന് ആ വള്ളസദ്യയിൽ പങ്കാളികളാകാനായിട്ട് സാധിക്കും. ഈ വള്ളസദ്യ ഈ 500 വള്ളസദ്യകളും അത് കൂപ്പൺ മുഖേന ക്രമീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞൊരു വള്ളസദ്യയിൽ 250 പേർക്കാണ് അവിടെ വള്ളസദ്യ ക്രമീകരിക്കുന്നത്. അതിലെ പകുതി പള്ളിയോടത്തിൽ വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ബാക്കിയുള്ളത് വഴിപാടുകാരുമായിട്ടാണ് അവിടെ വന്നിട്ട് ആ വള്ളസദ്യയിൽ പങ്കാളികളാകുന്നത്. 250 രൂപ അവിടെ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വള്ളസദ്യയിൽ പങ്കാളികളാകാൻ കഴിയുന്ന ക്രമീകരണം നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് KSRTC അവരുടേതായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമ്മുടെ ആറന്മുളയിലേക്ക് കൊണ്ടുവന്ന് ആ വള്ളസദ്യയിൽ പങ്കാളികളാക്കാൻ ഈ കൂപ്പണിലൂടെ അവരെ കയറ്റി ആ വള്ളസദ്യയിൽ പങ്കാളികളാകാനുള്ള അവസരം നൽകാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ വിപുലമായിട്ടുള്ള ഒരു വള്ളസദ്യയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ബഹുമാന്യമായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ അവരുകൾ, ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ, അതുപോലെ തന്നെ നമ്മുടെ SP, ബഹുമാനപ്പെട്ട SP, അതുപോലെ തന്നെ റാന്നി MLA ശ്രീ പ്രമോദ് നാരായണൻ, അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തഗോപൻ,
അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാർ, 2 ദേവസ്വം ബോർഡ് മെമ്പർമാർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള അതുപോലെ ജനപ്രതിനിധികളായിട്ടുള്ള വിവിധ പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ള എല്ലാവരും, ജനപ്രതിനിധികളും വിവിധ ജാതി മത വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ആ ചടങ്ങിൽ ഭാഗവാക്കുകളാകുന്നുണ്ട്. അതിനുശേഷം അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള സദ്യ അവിടെ ഈ വള്ളസദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും പങ്കെടുത്തിട്ട് എല്ലാവർക്കും ആ ചടങ്ങ് വിജയിപ്പിക്കാനായിട്ട് എത്തിച്ചേരാം. അതിനുവേണ്ടി തീർച്ചയായിട്ടും എല്ലാവരെയും ഈ അവസരത്തിൽ അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ 23-ാം തീയതി 11-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയോടെ ചെയ്യുന്നു. ഇപ്രാവശ്യത്തെ വള്ളസദ്യ ഏറ്റവും മനോഹരമാകട്ടെ എന്ന് വിജയ് ടി വിക്ക് വേണ്ടി ആശംസിക്കുന്നു. വിജയ് ടി വിക്ക് വേണ്ടി ശ്യാം വെണ്ണിയൂർ.